Hello dear students, welcome to 8th lecture of the single entry accounting. In this lecture we are going to discuss essay patterns of questions relating with the conversion method. Okay, and before that just refreshing, what is a conversion method? A conversion method is like a method you are converting the single entry into the double entry. Whenever you are converting the translation to single entry into the double entry, the principle single entry to double entry principle, it is known as a conversion method. Okay, normally small business can use a conversion method, take the advantage of the double entry method. അപ്പോൾ നമ്മൾ സിംഗിൾ എൻട്രിയിൽ നിന്ന് ഡബിൾ എൻട്രിയിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി പ്രോസസ്സിൽ രണ്ട് മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്ന് സ്റ്റേറ്റ്മെന്റ് അഫയേഴ്സ് മെത്തേഡും മറ്റൊന്ന് കൺവേർഷൻ മെത്തേഡുമാണ്. അപ്പോൾ എങ്ങനെയാണ് കൺവേർഷൻ മെത്തേഡ് പ്രാക്ടിക്കലി യൂസ് ചെയ്യേണ്ടതായിട്ട് വരാമെന്നാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം, നോർമലി നമുക്ക് അധികം സിറ്റുവേഷനിലും അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടുകൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടിട്ട് വരും. അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. സൺട്രി ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം. ദ സൺട്രി ഡെപ്റ്റേഴ്സ് മെയിൻലി ഫോർ ദ ഐഡന്റിഫൈങ് ദ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോർമലി ഫോർ ദ ക്രെഡിറ്റ് പർച്ചേസ് ഐഡന്റിഫൈ ചെയ്യണം. ക്രെഡിറ്റ് സെയിൽസിന് വേണ്ടി സൺട്രി ഡെപ്റ്റേഴ്സും ക്രെഡിറ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി പ്രിപ്പയർ ചെയ്യുക ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടുമാണ്. ദെൻ അതിനു മുമ്പ് ബിൽസ് റിസീബിൾസും ബിൽസ് പേബിളും അതിൻ്റെ ബാലൻസിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽസ് റിസീബിൾ അക്കൗണ്ട്, ബിൽസ് പേബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇപ്പം ഇത്രയാണ് നോർമലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്സ്. വൺസ് അഗെയിൻ നമുക്കറിയാം സെയിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. ടോട്ടൽ സെയിൽസ് മീൻ യുവർ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ക്രെഡിറ്റ് പർച്ചേസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മീൻസ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടി വരുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ് ഡിസ്കസ് എ പ്രോബ്ലം. ഓക്കെ, മിസ്റ്റർ നിഷാർ carry on the grocery business and does not keep his book on the double entry basis. Following particulars have been extracted from his book. നിഷാറിന്റെ ട്രാൻസാക്ഷൻസ് ആണ് പറയുന്നത്. There is opening balances and the closing balance. Opening balance start in the 1st July 2016 and 12 month 30th June 2017 ആണ് ആൻഡ് ഇയർ എൻഡിങ് ആയിട്ട് വരണത്. ഓക്കെ, സോ the first opening year and closing years, the plant and machinery 25,000 and here there is same 25,000. Stock 22,000 and here the 19,500. Sundry debtors 8,000, here's 25,500. Sundry creditors 12,500 and here's 10,000. Cash in hand 400 and here there is 800. Bank balances, listen, 6,250 is a debit balance. Okay, now and 7,000 is a credit balance. Credit balance വരാണെങ്കിൽ അർത്ഥം ഓവർഡ്രാഫ്റ്റ് ആയിരിക്കും. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഡെബിറ്റ് ബാലൻസ് പറഞ്ഞ നോർമലി അസറ്റ് സൈഡിലേക്കാണ്. ബാങ്കിന്റെ നോർമൽ ബാലൻസുകളൊക്കെയും ഡെബിറ്റ് ബാലൻസ് വരാണെങ്കിൽ അത് നമുക്ക് ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് എൻ ഓവർഡ്രാഫ്റ്റ്. ഇറ്റ്സ് എ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. BOD ആയിരിക്കും, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. അത് ഓർമ്മ. അതുകൊണ്ടാണ് ഡെബിറ്റും ക്രെഡിറ്റും പറയുമ്പോൾ സ്പെസിഫൈ ശ്രദ്ധിക്കുക. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നോർമലി ക്യാഷ് അറ്റ് ബാങ്ക് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അർത്ഥം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ്, അതിന്റെ അർത്ഥം ലയബിലിറ്റി ആണ്. Bank overdraft is a part of the liability. Okay, these are the opening balance and the closing balances. After that, following transaction appear in the cash book. Cash book might relate to the transactions sort of പറയുന്നുണ്ട്. Received on account of cash sales 31,250. Received from the sundry, cash received from the sundry debtors 1,60,000. Payment for purchases in a payment order 28,850. Payment to sundry creditors ഉള്ള payment പോയിട്ടുള്ള 1,32,000. General expenses 21,450. Wages paid is the 15,000. Drawings is 6,800. These are the normal transaction relating with the cash book മായിട്ടുള്ള the transactions ആണ്. Okay, these are the following transactions relating with the cash book. And after that, during the year, Nisha had taken goods worth rupees. There's a personal drawings, 1,950 from the business for his own and had not been
had not paid any amount to the business for them. അദ്ദേഹത്തിന് പേഴ്സണൽ ഡ്രോയിങ്സ് വരുന്നുണ്ട് 1950 ആണ്. Prepare the trading and profit and loss account. Listen, prepare the trading and profit and loss account for the year ending 30th June 2017. After charging 10% depreciation on the plant and machinery and balance sheet on the same year. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്ര നേരം പറഞ്ഞിരുന്ന പ്രോബ്ലത്തെല്ലാം നമുക്ക് എപ്പോഴും ഒരു നോർമലായിട്ട് വന്നത് സ്റ്റേറ്റ്മെന്റ് അഫയേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് മെത്തേഡാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എസ്എ പാറ്റേണിൽ ചെയ്ത്. ഇപ്പൊ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതിന്റെ അർത്ഥം നമ്മൾ കൺവേർഷൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് കൺവേർഷൻ മെത്തേഡാണ്. സിംഗിൾ എൻട്രിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സിംഗിൾ എൻട്രിയിൽ അതിന്റെ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല, സിംഗിൾ എൻട്രിയിലാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണത്. ട്രാൻസാക്ഷൻസ് പറയുന്നത് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ഒരു ബാലൻസ് ഷീറ്റും ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ടത് കൺവേർഷൻ മെത്തേഡാണ്. ദാറ്റ്സ് എ ലോജിക്. അപ്പൊ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ നിങ്ങൾ കൺവേർഷൻ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസുകൾ ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന പ്രോബ്ലം ചെയ്യേണ്ട എപ്പോഴും ഓപ്പണിംഗ് ബാലൻസുകൾ വേണം, ക്ലോസിംഗ് ബാലൻസുകൾ വേണം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസിലുണ്ട്, ക്ലോസിംഗ് ബാലൻസിലുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഇവിടെ ക്യാഷുമായിട്ടുള്ളത് ട്രാൻസാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എപ്പോഴും ആവശ്യം ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ ഓൾറെഡി ക്യാഷ് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്, 400 800 ആയതുകൊണ്ട് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആണ് കിട്ടേണ്ടത്. ഓൾറെഡി ക്ലോസിംഗ് ബാലൻസ് ആണെന്നുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ക്യാഷ് ബാലൻസുകൾ പറയാണ്ടാണ് നമുക്ക് ക്യാഷ് ബാലൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബാലൻസ് പറയാണ്ടൊരു പ്രോബ്ലം തരുന്നെങ്കിൽ നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അക്കൗണ്ട് ആണ് ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ക്യാഷ് ബാലൻസും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ക്യാഷ് അക്കൗണ്ട് ആവശ്യമില്ല, കാരണം ക്യാഷ് അക്കൗണ്ടിന്റെ ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ക്യാഷ് സെയിൽസ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, പെർച്ചേസ് ഉണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ ക്യാഷ് സെയിൽസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് സെയിൽസിന്റെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് വന്നിട്ടുണ്ടായിരിക്കാം, ക്രെഡിറ്റ് സെയിൽസ് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. കാരണം ഡെപ്റ്റേഴ്സുമായിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റ് ടു സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, നമുക്ക് പേയ്മെന്റ് ഫോർ പെർച്ചേസസ് ഉണ്ട്. അതിന്റെ അർത്ഥം ക്യാഷ് പെർച്ചേസസ് വരുന്നുണ്ട്, ക്യാഷ് പെർച്ചേസ് ഉണ്ട്, ക്യാഷ് സെയിൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടോ ക്രെഡിറ്റ് പെർച്ചേസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. കാരണം ഡെപ്റ്റേഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, നോർമലായിട്ട് ഇങ്ങനത്തെ പ്രോബ്ലത്തെ എല്ലാം നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ടിലായിരിക്കും സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. കാരണം ഒരുപാട് ട്രാൻസാക്ഷൻസ് അതുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, പക്ഷെ ഒരുപാട് ട്രാൻസാക്ഷൻസ് അതുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ബിൽസ് റിസീവബിൾ അക്കൗണ്ട്സ് കൂടി ഉണ്ടെങ്കിൽ ആദ്യം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമുക്ക് ബിൽസ് റിസീവബിളുമായി റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെയും ബിൽസ് റിസീവബിൾ അക്കൗണ്ടുകൾ ഇല്ല. ബിൽസ് റിസീവബിൾ അക്കൗണ്ടുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തത് ബിൽസ് റിസീവബിളും ബിൽസ് പേയബിൾ ഒക്കെയാണ്. ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളിനെ കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. ബിൽസ് റിസീവബിൾ ഇല്ല, ബിൽസ് പേയബിൾ ഇല്ല. ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തത് ബിൽസ് റിസീവബിളും ബിൽസ് പേയബിൾ അക്കൗണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നോർമലായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആയിരിക്കും, ഒന്ന് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആയിരിക്കും, മറ്റൊന്ന് വരുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ആയിരിക്കും, ബിൽസ് പേയബിൾ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഇവിടെ ക്യാഷ് ബാലൻസ് അധികം തന്നിട്ടുണ്ടെങ്കിൽ നോർമലി ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ബാങ്ക് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം. ക്യാഷ് ബാലൻസും അതുപോലെ ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അപ്പോൾ അത് അധികം പ്രിപ്പയർ ചെയ്യേണ്ട അധികം വരില്ല. പക്ഷേ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നോർമലി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കാരണം ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ പർച്ചേസസും ടോട്ടൽ സെയിൽസുമാണ് ആവശ്യം അല്ലേ. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിച്ച് നോക്കിയാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് നമ്മൾ അവിടെ പർച്ചേസ് കൊണ്ടുവരാണ് ചെയ്യുക. അപ്പോൾ അവിടെ എപ്പോഴും ക്യാഷ് പർച്ചേസും വരും, ക്രെഡിറ്റ് കാരണം ടോട്ടൽ പർച്ചേസ് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ക്രെഡിറ്റ് പർച്ചേസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും, അതുപോലെ സെയിൽസ് ആണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യനുകളിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വരും. റിസീബിൾസും പേയബിൾസും ഇവിടെ പറയുന്നത്, റിസീബിൾസും പേയബിൾസും പറയാതുകൊണ്ട് അത് നമുക്ക് ആദ്യം ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ
നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം അതിൽ എഴുതൊരു ബാലൻസ് ഡെപ്റ്റേഴ്സിലേക്കും ക്രെഡിറ്റേഴ്സിനും റിലേറ്റ് ചെയ്യുന്ന ബാലൻസുകളാണ്. അത് ഓർമ്മയിൽ വെക്കണം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റിസീബിൾസ് ഇല്ല, പേബിൾസ്. അപ്പോൾ നമ്മൾ സേഫ് ആണ്, നമുക്ക് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും അക്കൗണ്ട് മാത്രം ഉണ്ടാക്കിയത്. ഈ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് ഇവിടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെയ്യാം. പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ആൻഡ് നിഷാറിന് വരുന്ന നിഷാറിന്റെ അക്കൗണ്ട് ആണ് പറഞ്ഞത്. നിഷാറിന്റെ അക്കൗണ്ടിൽ പറഞ്ഞത് നിഷാറിന് വരുന്ന ഒരു എലമെന്റ് എന്ന ഡ്രോയിങ്സ് ആണ്. ദാറ്റ് മീൻസ് ഗുഡ്സ് വിഡ്രോൺ. അപ്പോൾ ഗുഡ്സ് വിഡ്രോൺസ് വരുന്നുണ്ട്. നമുക്കറിയാം നോർമലി ഗുഡ്സ് വിഡ്രോൺസ് പറഞ്ഞ എലമെന്റ് പറയുമ്പോൾ പേഴ്സണൽ ഡ്രോയിങ്സ് ആണ്, ക്യാഷ് ഡ്രോയിങ്സ് അല്ല, പേഴ്സണൽ ഡ്രോയിങ്സ് ആണ്. ദെൻ അതുപോലെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ഡെപ്രീസിയേഷൻ ആണ്, ഡെപ്രീസിയേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ പ്രിപ്പയറിംഗ്, നമ്മൾ സൊല്യൂഷനിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ഇവിടെ പ്രിപ്പയറിംഗ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ 30th June. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കട്ടെ. സോ വി ഹാവ് ടു യൂസ്, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡും കൺവേർഷൻ മെത്തേഡാണ്. കാരണം കൺവേർഷൻ മെത്തേഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രി ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ഡബിൾ എൻട്രി ആക്കി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കൺവേർഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നിഷാർ ഒരിക്കലും ഡബിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാരണം ഡസ് നോട്ട് കീപ് ഹിസ് ബുക്ക് ഓൺ ഡബിൾ എൻട്രി, അതിന്റെ സിംഗിൾ എൻട്രി ആണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയത് എന്ത് ചെയ്യണം, സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി ആക്കി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. ഇതിന് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡെപ്റ്റേഴ്സുമായി ക്രെഡിറ്റേഴ്സും ഒരുപാട് ട്രാൻസാക്ഷനോടെ ക്വസ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമലായിട്ട് എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പറഞ്ഞാലും ഓപ്പണിച്ച്. കാരണം ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും കണ്ടുപിടിക്കാൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, കാരണം ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒരു ക്യാപിറ്റലാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഒരിക്കലും ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന പഴയ മെത്തേഡ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള അതേ രീതി ഓപ്പണിംഗ് ബാലൻസിൽ വെച്ച് നമ്മൾ ഇത് ചെയ്യും, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കും. അതിന്ന് ഓപ്പണിംഗ് ബാലൻസ്, ആ ബാലൻസ് ഫിഗർ ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്ന ഒരു എലമെന്റ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റിന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ല ഇവിടെ ആവശ്യം, ഓപ്പണിംഗ് ക്യാപിറ്റലുകൾക്കാണ് ഇവിടെ കൺവേർഷൻ മെത്തേഡിൽ ഏറ്റവും ആവശ്യമായിട്ട് വരാം. അപ്പോൾ കൺവേർഷൻ മെത്തേഡ് ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കരുത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ലെറ്റ്സ് സീ ദ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് അക്കൗണ്ട് നമുക്കറിയാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നോക്കാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ഇസ് 8,000, ക്ലോസിംഗ് ഇസ് 25,500. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എഴുതാം, ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ്. ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് 8,000 ആൻഡ് ക്ലോസിംഗ് ബാലൻസ് 25,500. ഇത് രണ്ടും നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓൾറെഡി തന്നിട്ടുണ്ട് 8,000, ക്ലോസിംഗ് ബാലൻസ് 25,500. സോ ഓപ്പണിംഗ് ബാലൻസ് 8,000, ക്ലോസിംഗ് ബാലൻസ് 25,500. ദെൻ നമുക്ക് ഡെപ്റ്റേഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ റിസീവ്ഡ് ഓൺ ക്യാഷ് സെയിൽസ്, അത് ക്യാഷ് സെയിൽസ് ആണ്, നമുക്ക് നോക്കേണ്ട ആവശ്യം. ക്യാഷ് സെയിൽസ് നമ്മൾ ടോട്ടൽ സെയിൽസിലാണ് കൺസിഡർ ചെയ്യുള്ളൂ. റിസീവ്ഡ് ഫ്രം സൺട്രി, ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ സൺട്രി 1,60,000. അപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് റൈറ്റ് ആണ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സ് 1,60,000. So the cash received from sundry debtors 1,60,000. 1,60,000 നമുക്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പർച്ചേസ് ആണ്, ക്രെഡിറ്റേഴ്സ് ആണ്, ജനറൽ എക്സ്പെൻസ്, വേജ്, ഡ്രോയിങ്സ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്ര ഐറ്റംസുമാണ് നമുക്ക് ഡെപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,60,000, ബാലൻസ് കേട്ട് 25,500, 1,85,000, ഓപ്പണിംഗ് ബാലൻസ് 8,000. അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന ബാലൻസ് 1,77,500 ആണ്. 1,77,500 ആണ് നമ്മുടെ എന്ത് ക്രെഡിറ്റ് സെയിൽസ്. അങ്ങനെയാണ് ടോട്ടൽ സെയിൽസ് രണ്ടും കൂടി ക്യാഷ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് സെയിൽസ് ഇസ് 31,250, 31,250 പ്ലസ് 1,77,500, 2,08,750. 2,08,750 ആണ് നിങ്ങളുടെ ടോട്ടൽ സെയിൽസ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ടോട്ടൽ സെയിൽസ് ഐഡന്റിഫൈ ചെയ്തു. ഇനി അടുത്ത ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, എന്തിനാ പർച്ചേസ് കിട്ടണമെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം.
അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് നോക്കാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 12,500, ദെൻ ക്ലോസിംഗ് ബാലൻസ് 10,000 ആണ്. അത് നമുക്ക് എഴുതാൻ പറ്റും. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് 12,500, ദെൻ ക്ലോസിംഗ് ബാലൻസ് 10,000. ഓക്കെ, ഇനി ക്രെഡിറ്റേഴ്സുമായി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? ദെൻ ദ ക്യാഷ് സെയിൽസ് ആണ് നമുക്ക് എടുത്തു, ഡെപ്റ്റേഴ്സിന്റെ കഴിഞ്ഞു. പേയ്മെന്റ് ഫോർ പർച്ചേസസ് ക്യാഷ് പർച്ചേസ് ആണ്. പേയ്മെന്റ് ക്യാഷ് പർച്ചേസ് 28,850 ക്യാഷ് പർച്ചേസ് ആണ്. ദെൻ പേയ്മെന്റ് ടു സൺട്രി ക്രെഡിറ്റേഴ്സ് ക്യാഷ് പെയ്ഡ്, പേയ്മെന്റ് ക്യാഷ് പെയ്ഡ് വരുന്നു. ക്യാഷ് പെയ്ഡ് നമുക്കറിയാം, ക്യാഷ് പെയ്ഡ് എന്ന എലമെന്റ് ഓൾറെഡി പറഞ്ഞു തരാം. ക്യാഷ് പെയ്ഡ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ക്യാഷ് പെയ്ഡ് വരുന്നത് പേയ്മെന്റ് ക്യാഷ് പെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് പെയ്ഡ് ഉണ്ട്, ക്യാഷ് പെയ്ഡ് ആയിട്ട് റെക്കോർഡ് 1,32,000. ബട്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു ക്യാഷ് പെയ്ഡ് 1,32,000. ഓക്കെ, ഇനി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടോ നോക്കാം. ഇനി ഒന്നുമില്ല, ജനറൽ എക്സ്പെൻസ്, വേജ്, ഡ്രോയിങ്സ് ഇതുമായി റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റേഴ്സുമായി റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ചെയ്ത് 12,500, ക്ലോസിംഗ് ബാലൻസ് ചെയ്ത് 10,000, ക്യാഷ് പെയ്ഡ് 1,32,000 ആണ്. നമ്മൾ ബാലൻസ് ചെയ്യാണ് ഇവിടെ ബാലൻസ് ഇവർ വരും, അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് 1,29,500, 1,29,500 ആണ് നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ടോട്ടൽ പർച്ചേസ് ആണ്. ടോട്ടൽ പർച്ചേസ് ക്രെഡിറ്റ് പർച്ചേസ് പ്ലസ് ക്യാഷ് പർച്ചേസ് നമുക്കറിയാം. അപ്പോൾ ക്യാഷ് പർച്ചേസ് ഇവിടെ തന്നിട്ടുണ്ട്. യെസ്, പേയ്മെന്റ് 28,850, 28,850 ആണ് ക്യാഷ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 1,29,500. അപ്പോൾ ടോട്ടൽ പർച്ചേസസ് 1,58,350 ആണ്. 1,58,350 ആണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെന്റ് ആയിട്ടുള്ള ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസും കിട്ടി. എപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഇത്തരം ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഓപ്പൺ ചെയ്ത ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. കാരണം അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഡെപ്റ്റേഴ്സ് അക്കൗണ്ടത്തെ ക്രെഡിറ്റ് സെയിൽസും ദെൻ അതുപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് മീൻസ് ക്രെഡിറ്റ് അക്കൗണ്ടിൽ വരുന്ന ക്രെഡിറ്റ് പർച്ചേസും നമുക്ക് എപ്പോഴും ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇൻ കേസ് ഇതില്ലെങ്കിൽ തന്നെ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും വന്നിട്ടായിരിക്കും. ക്യാഷ് സെയിൽസ് ഇല്ലെങ്കിൽ തന്നെ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും വന്നിട്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടുകൾ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എപ്പോഴും ഓപ്പൺ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കൺവേർഷൻ മെത്തേഡിലാവുമ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ രണ്ട് അക്കൗണ്ടാണ്. ഒന്ന് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. ബാക്കിയുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ദെൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, ബിൽസ് പേബിൾ ഉണ്ട്. ഇത് നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആവശ്യം ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് ക്യാപിറ്റലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായി നമുക്ക് കണ്ടു. കാരണം ക്യാപിറ്റൽ അറിയില്ല, ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൽ വെച്ചാണ് കണ്ടുപിടിക്കുക. പ്ലാന്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഡെബിറ്റ് ആണ്, അതിൻ്റെ അർത്ഥം ബാങ്ക് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമുക്ക് അസറ്റുകൾ എഴുതാം. അപ്പോൾ അസറ്റ്, പ്ലാന്റ്, മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതാണ് നമുക്ക് വരുന്ന അസറ്റുകൾ. ഓക്കെ, സോ ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇത്രയും കാര്യം നമുക്ക് വരുന്ന അസറ്റുകളാണ്, ഈ ഓപ്പണിംഗ് അസറ്റുകളാണ്. അപ്പോൾ ഓപ്പണിംഗ് അസറ്റുകൾ നമ്മളിവിടെ ഈ ഓപ്പണിംഗ് 25,000, 22,000, 8,250, 400 അതാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. സോ ദിസ് 25,000, 20,000, 8,000, 6,250 ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് 400. ഇത് ഇവിടെ വരുന്ന അതേ ഓപ്പണിംഗ് ബാലൻസിൽ എടുത്ത് എഴുതി, നമ്മൾ ഓപ്പണിംഗ് ബാലൻസുകൾ എടുത്ത് എഴുതി കാണും. ഓക്കെ, 6,250 ബാങ്ക് ബാലൻസ്, അത് തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള സെയിം എലമെന്റിനെ എടുത്ത്. ഇനി ക്ലോസിംഗ് ബാലൻസ് ലേബൽ ഡിസൈനിൽ വന്നിട്ടുള്ള എലമെന്റ് ആണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് 12,500. ഓപ്പണിംഗ് ബാലൻസ് ഓപ്പണിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് നോക്കുന്നത് 12,500. അപ്പോൾ 12,500 ആണ് നമുക്ക് വന്നിട്ടുള്ള ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇവിടെ 61,650 വരുന്നു, ഇവിടെ വരുന്നു. ദെൻ ബാലൻസ് വരുന്നത് 49,150 ആണ്. 49,150 ആണ് നമ്മുടെ എന്ത് വരണത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിച്ചു. ഈ മൂന്ന് ഐറ്റംസ്, അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് മൂന്ന് ഐറ്റങ്ങൾ എപ്പോഴും കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മൂന്ന് അക്കൗണ്ട് ആയിരിക്കും. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, മറ്റൊന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് ബാലൻസിൽ വെച്ചുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നിട്ടില്ല, തരാത്തത് കൊണ്ടാണ് നമുക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നത്. ബിക്കോസ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് നമ്മളോട് പറയുന്നില്ല. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഓപ്പണിംഗ് ക്യാപിറ്റൽ തരാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യമായിട്ട് എല്ലാ കാര്യം പ്രിപ്പയർ ചെയ്തു. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് നമുക്ക് എഴുതാം. ഓക്കെ, ദ ഫസ്റ്റ് നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് അത് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും നമ്മൾ സോൾ ട്രേഡറിൽ പഠിച്ചിട്ടുണ്ട്. സോൾ ട്രേഡറിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ, അതിന് പ്രത്യേക ഫോർമാറ്റ് ഒന്നുമില്ല. സോൾ ട്രേഡ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതൊക്കെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ആയിട്ടായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റെക്കോർഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. എത്രയാണ്? 22,000 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 22,000. അപ്പോൾ ആദ്യമായിട്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് 22,000. ഓക്കെ, നമുക്ക് പർച്ചേസ്, അടുത്ത ഐറ്റം പർച്ചേസ്, ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ് പർച്ചേസസ്. പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പർച്ചേസ് ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിച്ചു 1,58,350. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും. ക്യാഷ് പർച്ചേസും 1,58,350 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഗുഡ്സ് ടേക്ക് പേഴ്സണൽ യൂസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാം പേഴ്സണൽ യൂസ് ഉണ്ടെങ്കിൽ പർച്ചേസിന് ലെസ് ചെയ്യാൻ പറയും. ഇവിടെ പേഴ്സണൽ യൂസ് വരുന്നുണ്ട്. ഗുഡ്സ് വർത്ത് ₹1,050. പേഴ്സണൽ യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പർച്ചേസിന് ലെസ് ചെയ്യണം. നമ്മൾ സോൾ ട്രേഡിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ. അപ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസസ് 1,58,350 ആണ്. അപ്പോൾ അവിടെ പേഴ്സണൽ യൂസ് ഉണ്ട് 1,950. അപ്പോൾ അത് കുറച്ച് ചെയ്തിട്ടുള്ള എമൗണ്ട് 1,56,400 ആണ്. നമുക്കവിടെ ഔട്ടർ കോളം കാണിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കിവിടെ പർച്ചേസിന് നമുക്ക് ലെസ് ചെയ്യേണ്ട ആയിട്ടുണ്ട്. പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തിട്ടുള്ളത് നമ്മൾ അവിടെ ലെസ് ചെയ്യണം. അല്ല, നമ്മൾ സാധാരണ സോൾ ട്രേഡ് ചെയ്യുന്ന അതേ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഗുഡ്സ് ടേക്കൻ ഫോർ ബിസിനസ് ഹാഡ് നോട്ട് ബി പെയ്ഡ്. പേഴ്സണൽ യൂസ് വരുന്നുണ്ട്, അത് 1,950 ആണ്. അപ്പോൾ അതിവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതത്ര. ഇനി എന്തെങ്കിലും ഐറ്റംസ് നോക്കി. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരാം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും കുറിച്ച് പറഞ്ഞേക്കാം. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് വരില്ല, കാരണം ഇതൊക്കെയും അസറ്റ് ലയബിലിറ്റീസ് ആയിരിക്കും. ഇവിടെയാണ് ഡയറക്റ്റ് എക്സ്പെൻസിന്റെ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് സെയിൽസ്, പർച്ചേസസ്, ജനറൽ എക്സ്പെൻസസ്. ജനറൽ എക്സ്പെൻസ് പറഞ്ഞത് ഇൻഡയറക്റ്റ് ആണ്. വേജ് പെയ്ഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജ് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. 15,000 ആണ്. 15,000. അപ്പോൾ നമുക്ക് അത് കാണിക്കേണ്ടി വരും. വേജ് കാണിക്കേണ്ടി വരും. വേജ് നമുക്ക് 15,000 കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതായിട്ട് വരാം. ഇനി ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ നമുക്കറിയാം. ഒന്ന് സെയിൽസ് ആയിരിക്കും. സെയിൽസ് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട് 2,08,750. 2,08,750 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ആവശ്യമായിട്ട് വരുന്ന ഐറ്റം അല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്കിൽ നോക്കാം 19,500 ആണ്. അപ്പോൾ 19,500 ആണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രോസ് ലോസിന് കണ്ടുപിടിക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ 2,28,250. 2,28,000. അപ്പോൾ ഇവിടെയാണ് ബാലൻസ് കുറവ് വരുന്നത് 34,850. അതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. 34,850 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റും. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ ക്യാരി ഡൗൺ ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ക്യാരി ഡൗൺ ആണ്. ശ്രദ്ധിക്കുക, ഒരു ഐറ്റം ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇവിടെ ക്യാരി ഡൗൺ ആണ് വരുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ ബ്രോ ഡൗൺ ചെയ്യുന്നു 34,850. ഇവിടെ ബ്രോ ഡൗൺ എന്നാണ് ഞാൻ പറഞ്ഞത്. ബ്രോ ഡൗൺ അല്ല കാണിക്കുക, അവിടെ ക്യാരി ഡൗൺ ആണ്. C/D ആണ് എഴുതേണ്ടത്. തെറ്റി എഴുതി പോയിട്ടുള്ളതാണ്. ഒന്ന് കറക്റ്റ് ചെയ്യുക നിങ്ങൾ തന്നെ. C/D ആണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ബ്രോ ഡൗൺ ചെയ്യുന്നു 34,850. ഇനി നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കണം. എന്തായാലും ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഒന്നും വരാൻ വഴിയില്ല. ഇവിടെ തൊട്ടാണ് ഇൻഡയറക്റ്റ് പോസിബിലിറ്റി ഉള്ളത്. ഒന്ന് ജനറൽ എക്സ്പെൻസ് ഉണ്ട് 21,450. ജനറൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട് 21,450. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ അവിടെ ക്വസ്റ്റിൽ പറയുന്നത് 10% ഡിപ്രീസിയേഷൻ. പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ നമുക്ക് പറയാം. പ്ലാന്റ് ആൻഡ് മെഷീനറി യെസ് ഇസ് എ ക്ലോസിംഗ് ബാലൻസ് ആണ് നോക്കേണ്ടത്. ഇപ്പോൾ ഓപ്പണിംഗ് അല്ല, ഡിപ്രീസിയേഷൻ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക. 25,000 ആണ്. 25,000ന്റെ 10% 2,500 വരും. 25,000ന്റെ 10% 2,500 ആണ്. ഇനി ഒരു ഒറ്റ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ഇതുമായി റിലേറ്റ് വേജ് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞു. ജനറൽ എക്സ്പെൻസ് ആണ് ഇത് വരുന്നത്, അത് നമ്മൾ എടുത്തു. ഡ്രോയിങ്സ് ഇവിടേക്കല്ല, ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. നമുക്കറിയാം ഡ്രോയിങ്സ് ക്യാഷ് ഡ്രോയിങ്സ് ആണ്, ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് എന്ത് വരുന്നുള്ളൂ? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ദെൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് നെറ്റ് ലോസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. 34,850. 34,850. ബാലൻസ് എവിടെയാണ് കുറവ് നമുക്കറിയാം. അതിനാണ് എന്ത് പറയാം? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. നെറ്റ് പ്രോഫിറ്റ് ഈസ് 10,900. 10,000
900 ആണ് നമ്മുടെ എന്ത് വരുന്നത്, അതവിടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കുന്ന കാര്യമാണ്, പ്രിപ്പറേഷൻ ഓഫ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. +2 പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സോൾ ട്രേഡിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസും പർച്ചേസും ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും കാണിക്കുന്നു. ദെൻ മീൻസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ഇവിടെ കാണിക്കും, ഇൻഡയറക്റ്റ് ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതേ കാര്യങ്ങൾ തന്നെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യണത്. ഇത് നമുക്ക് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ, കാരണം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസുകൾക്കാണ് ഇമ്പോർട്ടൻസ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസുകൾക്കാണ് ഇമ്പോർട്ടൻസ്. നമുക്കറിയാം ക്ലോസ് ചെയ്യാണ് ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസിൽ ഇമ്പോർട്ടൻസ് വരും. അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇനി ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാം, ദ ഫസ്റ്റ് നമ്മൾ അസറ്റ് സൈഡ് ആണ് എഴുതാൻ. അസറ്റ് സൈഡിൽ നമുക്ക് വരുന്ന ബാലൻസുകൾ, ക്ലോസിംഗ് ബാലൻസ് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ശ്രദ്ധിക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് വരുന്ന ഇവിടെ ആദ്യം ക്യാഷ് ഇട്ട് കൊടുക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് 800. ക്യാഷ് ഇൻ ഹാൻഡ് യെസ് 800. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് നമുക്കറിയാം 25,500 പറഞ്ഞിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് ക്ലോസിംഗ് ബാലൻസ് ഈസ് യെസ് 25,500. Then stock 19,000, closing stock ആണ് 19,500. The close stock it is 19,500. Closing stocks 19,500. ഓക്കെ, ഇനി എന്താണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അസറ്റുകൾ എടുത്തത് സ്റ്റോക്ക് എടുത്തു, ഡെപ്റ്റേഴ്സ് എടുത്തു, പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000 ആണ്. നമുക്ക് ഡിപ്രീസിയേഷൻ വന്നിട്ട് എത്രയാണ് 2,500 ഡിപ്രീസിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 2,000, അപ്പോൾ അത് കുറച്ചിട്ട് വേണം എഴുതാൻ. 25,500 മൈനസ് 2,500, കാരണം ഈ ഡിപ്രീസിയേഷൻ അവിടെ വന്നിട്ടുണ്ട് പ്ലാന്റിൻ്റെ. അത് കുറച്ച് 22,500 ആണ് പ്ലാന്റ്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാനുള്ള എലമെന്റുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട്, കാരണം ഈ ഒരു ഐറ്റം ഇവിടെ ബാങ്ക് ആണ്. ബാങ്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അർത്ഥം നമ്മൾ ഒരിക്കലും അസറ്റ് സൈഡിലല്ല കാണിക്കുക. ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞ BOD ആണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് ശരിക്കും ക്രെഡിറ്റ് ലയബിലിറ്റി സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ 7,000 നോക്കി തന്നെ കാണാൻ സാധിക്കും. ബാങ്ക് ബാലൻസ് ഇത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, കാരണം ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുക ലയബിലിറ്റി സൈഡിലാണ്, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇത്ര ഐറ്റംസ് അസറ്റ് സൈഡിൽ വരുന്നു. ഒരു ഐറ്റം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയാണ്. കാരണം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇസ് എ ക്രെഡിറ്റ് അല്ലേ, ഇത് ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതിന്റെ അർത്ഥം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ക്ലോസിംഗ് ബാലൻസിൽ കാണിച്ചു, നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയാണ്, ലയബിലിറ്റി സൈഡിൽ ബാങ്ക് ആയിട്ട് കാണിച്ചു. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഐറ്റം എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റ് 10,000 ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 10,000 ആണ്. ക്ലോസിംഗ് ബാലൻസിൽ വെച്ചിട്ടാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. 10,000 ആണ്. ഓക്കെ, സോ അത് കാണിക്കേണ്ടി വരും നമുക്ക് 10,000. ഇനി ലാസ്റ്റ് ഐറ്റം നമുക്കറിയാം ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 49,150. 49,150. ദെൻ ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 10,900. 10,900 നെറ്റ് പ്രോഫിറ്റ്. രണ്ട് ഡ്രോയിങ്സ് ഉണ്ട്, ക്യാഷ് ഡ്രോയിങ്സ് ഉണ്ട്, പേഴ്സണൽ ഡ്രോയിങ്സ് ഉണ്ട്. പേഴ്സണൽ ഡ്രോയിങ്സ് ക്യാഷ് ഡ്രോയിങ്സും വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ആദ്യം ഇവിടെ പേഴ്സണൽ ഡ്രോയിങ്സ് ഉണ്ട് 1,950. അത് നമ്മൾ നേരത്തെ പർച്ചേസിന് കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇവിടെ പേഴ്സണൽ ഡ്രോയിങ്സ് വരുന്നത് 1,950. ദെൻ ക്യാഷ് ഡ്രോയിങ്സ് 6,800. രണ്ട് ഡ്രോയിങ്സ് ഉണ്ട്, ഒന്ന് ക്യാഷ് ഡ്രോയിങ്സും മറ്റൊന്ന് പേഴ്സണൽ ഡ്രോയിങ്സ്. അപ്പൊ രണ്ട് ഡ്രോയിങ്സ് ലെസ് ചെയ്യാനുണ്ട്. ഒന്ന് ഇസ് എ ക്യാഷ് ഡ്രോയിങ്സ് 6,800. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 6,800 ഈസ് യുവർ ദ ക്യാഷ് ഡ്രോയിങ്സ്. ദെൻ അനദർ വൺ ഇസ് എ പേഴ്സണൽ ഡ്രോയിങ്സ്. പേഴ്സണൽ ഡ്രോയിങ്സ് 1,950. നമുക്ക് ഓൾറെഡി കുറച്ചിട്ട് അതേ എലമെന്റ് ആണ് 1,950. അപ്പൊ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ 51,300 ആണ് നമുക്ക് വരുന്ന ഔട്ടർ കോളം എമൗണ്ട്. കാരണം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു ഓപ്പണിംഗ് ക്യാപിറ്റൽ, കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ലാണ്ട് ഒരിക്കലും പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത്. കാരണം ഓപ്പണിംഗ് ബാലൻസിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തു. ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി. ഓപ്പണിംഗ് ക്യാപിറ്റലിനെയാണ് പിന്നെ പ്രോബ്ലം, പിന്നെ അവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ക്യാഷ് ഡ്രോയിങ്സ് ദെൻ പേഴ്സണൽ ഡ്രോയിങ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തു. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം ടോട്ടലി ഈക്വൽ ആണെങ്കിൽ പ്രോബ്ലം കറക്റ്റ് ആണ്. എടുത്തു കഴിഞ്ഞാൽ 68,300 ആണ് രണ്ട് സൈഡിൽ വരുന്ന ബാലൻസ് 68,300. സോ ദാറ്റ് ഇസ് ദ ടോട്ടൽ ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. യുവർ പ്രോബ്ലം ഇസ് കറക്റ്റ്, യുവർ പ്രോബ്ലം ഇസ് കറക്റ്റ് 68,300. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടതായിട്ട് വരാം. സോ ലെറ്റ് മീ കൺക്ലൂഡ് വൺസ് അഗെയിൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുന്നു.
ക്വസ്റ്റ്യൻ വായിച്ച് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറയണത് തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രിയിൽ അദ്ദേഹം അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അപ്പം തന്നെ ഓർമ്മയിലുള്ള കൺവേർഷൻ മെത്തേഡാണ്. കാരണം ഡബിൾ എൻട്രി ആക്കാണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കൺവേർഷൻ മെത്തേഡിൽ ഏറ്റവും കൂടുതൽ ആവശ്യ എലമെന്റ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടുകളാണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ കോമൺലി പഠിച്ചു. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബിൽസ് പേബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടുകളിൽ രണ്ട് അക്കൗണ്ടുള്ള ഒന്ന് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. കാരണം ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസ് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ വരാൻ പോസിബിലിറ്റി കൂടുതൽ 99% ഒന്നുണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കുക എപ്പോഴും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. ദെൻ അതുമായി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. ബിൽസ് റിസീവബിൾ, ബിൽസ് പേബിൾ അക്കൗണ്ട് ബാലൻസ് പറഞ്ഞാൽ ആദ്യം അത് പ്രിപ്പയർ ചെയ്യണം. കാരണം അതിൽ വരുന്നൊരു ബാലൻസ് ആണ് നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റിൽ ബിൽസ് റിസീവബിളും ബിൽസ് പേബിളും എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ ആദ്യം ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. കാരണം അതിൽ വരുന്നൊരു ബാലൻസ് നമുക്ക് എപ്പോഴും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സുമായി റിലേറ്റ് ചെയ്താണ് കിടക്കാം. ഈ ക്യാഷും ബാങ്കും നിങ്ങൾക്ക് ആവശ്യം മാത്രം പ്രിപ്പയർ, കാരണം അവിടെ ബാലൻസുകൾ പറയുന്നത് നിങ്ങൾ അധികം പ്രിപ്പയർ ചെയ്യുന്ന ആവശ്യമില്ല. ബാലൻസ് പറയാത്ത സിറ്റുവേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുമായി റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് നോർമലി ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ്, ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന എലമെന്റ് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഐഡന്റിഫിക്കേഷൻ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ലാണ്ട് ഇത്തരം പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് നമുക്കറിയാം മീൻസ് ഓപ്പണിംഗ് ഫിഗേഴ്സുകൾ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സുകൾ വെച്ചുകൊണ്ടാണ്, മീൻസ് ഓപ്പണിംഗ് ബാലൻസുകൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ ആ കാര്യം അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ എപ്പോഴും അധികം കണ്ടുപിടിക്കേണ്ടി വരും. തന്നിട്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ക്രെഡിറ്റേഴ്സ് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷമാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ സോൾ ട്രേഡറിൽ നമ്മൾ +2 ചെയ്യണം സോൾ ട്രേഡർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡ് ചെയ്യുക. അത് വെച്ച് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ ക്വസ്റ്റിലത്തെ ക്ലോസിംഗ് ബാലൻസുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ശ്രദ്ധിക്കുക. പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്ലോസിംഗ് ബാലൻസുകളാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസുകൾ വെച്ചിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് then ടോട്ടൽ എടുക്കുമ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ അത് പ്രോബ്ലം കറക്റ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് വൺ ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, essay category question relating with the conversion method. So what is the conversion method? The conversion method means is a method of converting the single entry transactions in the double entry format. That is the conversion method. So we have to prepare the lot of adjustment account like the debtors account and the creditors account and bills receivable account, bills payable account, cash account and the debtors account as per the requirements. And listen, the debtors account and creditors account is a compulsory account because the debtors account is mainly for the identifying the credit sales and creditors account is mainly for the identify the credit purchase, and the total sales is equal to cash sales plus the credit sales, and the creditors total purchase is equal to cash purchase plus the credit purchase. Okay, and after that you just identify the question is a very important element. That means a question the logic and importance. You have to prepare the trading and profit and loss account and the balance sheet. That means you are using the conversion method and you are preparing the necessary account like the debtors account, creditors account, and the opening capital is very important element. You have to prepare the opening capital. So you have to identify the opening with the opening balances, and after that you're preparing the trading and profit and loss account. That means recording the entire transaction relating with the the trading and profit and loss account, and finally you are preparing the balance sheet. Balance sheet is prepared on the base of the closing balances, and is the correct, your question is almost okay. If the balance sheet is totally tallying, that means your question is okay. Okay, this is a very important question. Other important question are relating with the essay as part of the single entry accounting system. Okay, anyway, thank you so much and thank you for watching me.